വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ജീവനക്കാർ കാത്തിരുന്നത്. എന്നാൽ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിച്ച് ശമ്പള പരിഷ്കരണത്തെപ്പറ്റി അദ്ദേഹം ഒന്നും പരാമർശിച്ചില്ല. DA മുടക്കമില്ലാതെ ലഭിക്കുമെന്ന ഉറപ്പ് മാത്രമാണ് ലഭിച്ചത്. ഇപ്പോഴിതാ 2 ഗഡുക്കളായാണ് ഇത്തവണ DA ലഭിക്കുക എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. വിലക്കയറ്റം മൂലം ജീവനക്കാരുടെ ജീവിത ചെലവ് വർദ്ധിക്കുമ്പോൾ അത് പരിഹരിക്കുന്നതിനായി സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും അടിസ്ഥാന ശമ്പളത്തോടൊപ്പം നൽകുന്ന അധിക തുകയാണ് ക്ഷാമബത്ത അഥവാ DA. പെൻഷൻകാർക്ക് ഇതിനെ ക്ഷമാശ്വാസം അല്ലെങ്കിൽ DR എന്നും വിളിക്കാം. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും ക്ഷാമബത്ത നൽകാറുണ്ട്. നിലവിലെ കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് മുൻകാലങ്ങളിലെ DA ചേർത്ത് കുടിശ്ശിക ഇനത്തിൽ വലിയൊരു തുകയാണ് നൽകാറുള്ളത്. കൂടാതെ 12ാം ശമ്പള പരിഷ്കരണവും ഇതുവരെ നടപ്പാക്കിയിട്ടില്ല. വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യ ബജറ്റിനെ വലിയ പ്രതീക്ഷയോടെയായിരുന്നു ജീവനക്കാർ കാത്തിരുന്നത്. എന്നാൽ പ്രതീക്ഷകളെ മങ്ങലേൽപ്പിച്ച് ശമ്പള പരിഷ്കരണത്തെപ്പറ്റി അദ്ദേഹം ഒന്നും പരാമർശിച്ചില്ല. ഒറ്റനോട്ടത്തിൽ ഈ ബജറ്റിൽ ജീവനക്കാർക്ക് പ്രയോജനകരമായി ഒന്നും തന്നെയില്ല എന്ന് തോന്നിയാലും ആനുകൂല്യങ്ങൾ വെട്ടിച്ചുരുക്കിയും മുൻകാല പ്രാബല്യങ്ങൾ നിഷേധിച്ചും കടുത്ത പ്രതിസന്ധിയിലായിരുന്ന ലക്ഷക്കണക്കിന് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസമേകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ബജറ്റിലുണ്ടായിട്ടുണ്ട്. വിലക്കയറ്റത്തിന് ആനുപാതികമായി ജീവനക്കാർക്ക് ലഭിക്കേണ്ട DAയും പെൻഷൻകാർക്കുള്ള DRഉം ഇനി മുതൽ കൃത്യമായി സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്നും അതിൽ യാതൊരുവിധ മുടക്കവും വരുത്തില്ലെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതോടെ വരുന്ന 9 മാസത്തിനുള്ളിൽ 2 ഗഡു DAയും 2 ഗഡു DRഉം ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും അക്കൗണ്ടുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷ. കണക്കുകൾ പ്രകാരം സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക 40,000 കോടിക്ക് മുകളിലാണ്. ജീവനക്കാരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് കുടിശ്ശികകൾ താൽക്കാലികമായി നൽകാൻ പഴയ സർക്കാർ തീരുമാനിച്ചിരുന്നു. DA കുടിശ്ശികയുടെ മുൻകാല പ്രാബല്യം 8 ഗഡുക്കളായി നൽകുമെന്നായിരുന്നു മുൻ ധനകാര്യമന്ത്രിയായിരുന്ന KN ബാലഗോപാൽ കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നത്. എന്നാൽ അതിൽ മറ്റുത്തരവുകളൊന്നും തുടർന്ന് ഉണ്ടായിട്ടില്ല. ഇത്തവണ 2 ഗഡുവാണ് നൽകേണ്ടത്. ഇത് നടപ്പിലാക്കാൻ ഈ വർഷം 9,000 കോടിയിലധികം രൂപയാണ് വേണ്ടിവരിക. 2026 മാർച്ച് 31 കണക്കനുസരിച്ച് സർക്കാരിന്റെ മൊത്തം കുടിശ്ശിക ബാധ്യതയായ 48,733 കോടി രൂപയിൽ ഏറ്റവും വലിയ വിഹിതം സർക്കാർ ജീവനക്കാർ, അധ്യാപകർ, സർവീസ് പെൻഷൻകാർ, കുടുംബ പെൻഷൻകാർ എന്നിവർക്ക് നൽകാനുള്ള ക്ഷാമബത്ത കുടിശ്ശികയാണ്. കണക്കുകൾ പ്രകാരം 2021 ജനുവരി 1 മുതൽ 2026 ഫെബ്രുവരി 28 വരെയുള്ള കാലയളവിലെ ക്ഷാമബത്ത, ക്ഷമാശ്വാസം എന്നിവയിൽ മൊത്തം 36,057 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആശ്വാസകരമാവുന്ന വാർത്ത തന്നെയാണ്. 2 ഗഡുക്കളാണ് ഇത്തവണ DA ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.